ഒരു വ്ളോഗറും ബിസിനസ്സുകാരനുമായ എനിക്ക് ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഇൻഷുറൻസിന് വേണ്ടി 5 ഷോപ്പുകൾ ഇപ്പോൾ പൈപ്പ് ലൈനിലാണ് ഉള്ളത്. ഒരാഴ്ചയിൽ 20ഓളം പ്രൊമോഷൻ വീഡിയോകളാണ് ഞാൻ എടുക്കാറ്. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുക എന്നുണ്ടെങ്കിൽ ദുബായിൽ നിൽക്കൽ അത്യാവശ്യം. 1-2 ദിവസത്തിനൊക്കെ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ടെർമിനലിൽ തന്നെ പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ടാക്സിക്കും വന്നിട്ട് ഓൾമോസ്റ്റ് ആ ഫെയർ തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് തന്നെ പോവാലോ. ഗായ്സ്, കൊച്ചി എയർപോർട്ടിലായിട്ടുള്ളത് ഏകദേശം 15 വർഷം ഞാൻ പ്രവാസിയായിട്ട് ആദ്യമായിട്ടാണ് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാൻ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. പണ്ടൊന്നും കൊച്ചി സിറ്റി ഇത്രത്തോളം വൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പത്തേക്ക് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ് കാണാൻ. ഞാൻ കൊച്ചിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഖത്തർ റെസിഡൻസ് വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എടുക്കുവാൻ വേണ്ടിയോ അസ്റൻസ് കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കൊച്ചി ലുലു ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചി ലുലു RD സുധീഷ് ഭായിയുമായിട്ട് എന്റെ ആശയങ്ങൾ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത്. കേരളത്തിൽ അസ്റൻസ് തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാമോ? ഡിസ്കഷനും കഴിഞ്ഞ് 3 മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ വേണ്ടി സിനിമ ടിക്കറ്റും എടുത്ത് വൈകുന്നേരമായപ്പോഴേക്കും മില്ലേനിയസ് കേരള പോഡ്കാസ്റ്റും കഴിഞ്ഞ് നേരെ ദുബായിലേക്ക് അതേ ദിവസം തന്നെ തിരിച്ചു വന്ന് എയർപോർട്ട് പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്ത് എന്റെ ഫേവറേറ്റ് പെർഫ്യൂമുകളിലൊന്നായ എൻഹാൻസ് പഠിച്ച് ദുബായ് അൽനാദയിലുള്ള ഫ്ലാറ്റിലേക്ക്